കാരണം റഹീം സാമ്പത്തിക പ്രശ്നത്തിൽപ്പെട്ട് അവിടെ വരുമാനമില്ലാത്തൊരവസ്ഥയിൽ നാട്ടിലേക്ക് പണം അയക്കാൻ പറ്റാത്ത, കോവിഡിന് ശേഷം കൃത്യമായി പണം അയക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലും ഇവിടെ ഒരു ധാരാളിത്തം കാണിച്ചുള്ള ജീവിതമാണ് ഇത്തരത്തിൽ ആ കുടുംബത്തെ ഏകദേശം 50 ലക്ഷം രൂപ അടുപ്പിച്ചുള്ള കടബാധ്യതയിലേക്ക് കൊണ്ടെത്തിയെന്ന നിഗമനത്തിൽ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്താ പറയുക, ഈ ന്യൂസൊക്കെ കാണുമ്പോൾ ശരിക്കും എന്താ പറയേണ്ടതെന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷനാണ്. ഈ അഫാൻ ഇവരെ കൊല്ലാനുള്ള കാരണമെന്ന് പറയുവാണെങ്കിൽ എന്താ പറയുക, 50 ലക്ഷത്തോളം കടന്ന് ആ വാപ്പ പൈസ അയച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു ഇവർക്ക്. പിന്നെ എന്തോ ബുദ്ധിമുട്ട് വന്നപ്പോൾ പുള്ളിക്കാരൻ പൈസ അയക്കൽ നിർത്തി. പിന്നെയാണ് ഇവർ കടങ്ങൾ വാങ്ങിക്കാനും ഓരോന്ന് ഇതാക്കാൻ വേണ്ടി കടങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൂട്ടുകയാണ്. പിന്നെ എന്താ പറയുക, ഇത്രയും സാമ്പത്തിക ഇടപാടിൻ്റെ ഇടയിലും ഇത്രയും പൈസകളുടെ ബുദ്ധിമുട്ട് വന്നപ്പോഴും ആ അഫാന് വേണ്ടിയിട്ട് 2.5 ലക്ഷത്തിൻ്റെ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. ആ ഉമ്മ 2.5 ലക്ഷത്തിൻ്റെ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു, ഇത്രമാത്രം ഒരു മോന് എന്താ പറയുക, ധാരാളിത്തരം കാണിച്ച് ഇങ്ങനെയും വളർത്തി വലുതാക്കേണ്ട ഇതെന്താണെന്നാണ് ഞാൻ ആലോചിച്ചിട്ടും മനസ്സിലാക്കുന്നത്. പിള്ളേർ ചോദിക്കുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം, അല്ലാന്നല്ല. ഇത് 2.5, 3.5, 50 ലക്ഷത്തോളം ഈ കടം വരുത്തി വെക്കുന്നത് വരെയും ഇത്രയും കടങ്ങൾ ഓരോന്നും വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോഴേ എന്തോ ഒരു ഇതാണ് നോക്ക്. പിന്നെ ഈ ഷെമിയുടെ അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോയ സമയത്ത് അവിടെയും പൈസ ചോദിക്കാൻ വേണ്ടി പോയതായിരിക്കും. ആ സമയത്ത് പെട്രോൾ അടിക്കാനും ഭക്ഷണം കഴിക്കാനും പൈസ ഇല്ലാതെ ഈ ഫർസാനെയാണ് 200 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്നും പുറത്ത് വരാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് ഇത് നോക്ക്, ഇത്രയും ഒരു ദിവസം തന്നെ 5000 രൂപയുടെ ചിലവുകളാണ് ഇവർക്കെന്ന് പറയുന്നത്. ഒരു ദിവസം ഒരു ഫാമിലിക്ക് കഴിയാൻ 5000 രൂപ വേണോ? ഞങ്ങളും ഇവിടെ ഫാമിലി ആയിട്ട് ഇരിക്കുന്നു, ഞങ്ങൾ 4 പേരുണ്ട്. ഇത്രയും ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാസത്തിന് പോലും ചിലവിന് വേണ്ടിയിട്ട് 5000 രൂപ പോലും വരുന്നുണ്ടാവില്ല. 3500 അതിനൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണതിൻ്റെതൊക്കെ അത്രയൊക്കെ വരുന്നുള്ളൂ. ഇവർക്ക് ഇതിന് മാത്രം ഈ 5000 രൂപയുടെ ചിലവ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ എന്ത് ധാരാളിത്തരമായിട്ടുള്ള ജീവിതമാണെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. എത്രമാത്രം പൈസയാണ് ഈ ചെറുക്കൻ ദൂർത്തടിച്ച് കളയുന്നതെന്ന് ചിന്തിച്ച് നോക്കുക. അതിനെല്ലാം കൂട്ടായിട്ട് ഈ ഷെമി നിൽക്കുന്നതും അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുത്തി തീർന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞാനും മാർക്കോ സിനിമേൻ്റെ ആസ്പദമാക്കിയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് മാർക്കോ എന്നല്ല, ഇത് ഇവൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഇവൻ ചെയ്ത് വെച്ച വെന തന്നെയാണ്. അല്ലാതെ ഇത് ഏതെങ്കിലും സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തത് കണ്ടിട്ടോ ഒന്നുമല്ല. ഇവൻ പൈസ കിട്ടാതായപ്പോൾ ഇവൻ സ്വയം ചെയ്തു വെച്ച വെനയാണ് ഇതെല്ലാം. എന്തായാലും നമുക്ക് ബാക്കി ഭാഗങ്ങളൂടെ ഒന്ന് കണ്ടു നോക്കൂ. സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടായെങ്കിലും ആ സാമ്പത്തിക ബാധ്യത പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അഫാനും അഫാന്റെ സ്വാധീനത്തിൽ അമ്മയ്ക്കും പരിധിയില്ലാത്ത കടങ്ങളുണ്ടായി. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വാഹനങ്ങളടക്കമുള്ള ആഡംബരങ്ങളിലേക്ക് അഫാൻ പോയി. ഒടുവിൽ ഈ കടം നികത്താൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ അഫാനാണ് ഈ കടങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഒരു പക്ഷേ അമ്മയായിരിക്കാം അന്ന് നിസ്സഹായയായി കണ്ണടച്ചു നിന്നത്. അവർ രണ്ടുപേരൊഴികെ ബാക്കി നിരപരാധികളെ മുഴുവൻ മരണത്തിലേക്ക് തള്ളിവിട്ടു, അല്ലെങ്കിൽ മരണശിക്ഷ നൽകിയെന്ന് വേണോ കരുതാൻ? തീർച്ചയായും പി ജി, അഫാന്റെയും അമ്മയുടെയും സാമ്പത്തിക ഒരു അച്ചടക്കമില്ലാത്ത ജീവിതമാണ്. കാരണം റഹീം സാമ്പത്തിക പ്രശ്നത്തിൽപ്പെട്ട് അവിടെ വരുമാനമില്ലാത്തൊരവസ്ഥയിൽ നാട്ടിലേക്ക് പണം അയക്കാൻ പറ്റാത്ത, കോവിഡിന് ശേഷം കൃത്യമായി പണം അയക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലും ഇവിടെ ഒരു ധാരാളിത്തം കാണിച്ചുള്ള ജീവിതമാണ് ഇത്തരത്തിൽ ആ കുടുംബത്തെ ഏകദേശം 50 ലക്ഷം രൂപ അടുപ്പിച്ചുള്ള കടബാധ്യതയിലേക്ക് കൊണ്ടെത്തിയെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തുന്നതൊക്കെയാണ്. ആദ്യ കുറ്റപത്രം വൈകാതെ തന്നെ സമർപ്പിക്കും. ചില ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കും. ആദ്യം മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിന്റെ കുറ്റപത്രമായിരിക്കും സമർപ്പിക്കുക. അങ്ങനെ തെളിവെടുപ്പ് നടത്തിയ മുറയിൽ 1ാം ഘട്ടം, 2ാം ഘട്ടം, 3 ഘട്ടമായിട്ടാണ് തെളിവെടുപ്പ് നടത്തിയ. ആ മുറയ്ക്ക് തന്നെയായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. അത്തരത്തിലുള്ള സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തന്നെയാണ് ഈ ചെറുപ്പക്കാരനെ ഇത്തരത്തിലുള്ള ചിന്തയിലേക്ക് കൊണ്ടുപോവുകയും 5 പേരെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുത്തിയത് എന്നതാണ് പോലീസിന്റെ നിഗമനം. ഏറ്റവും ഒടുവിൽ ഈ സാമ്പത്തിക ബാധ്യത തനിക്ക് അറിയില്ലായിരുന്നു എന്ന് റഹീം നൽകിയ മൊഴി, അതായത് ഈ അഫാന്റെ അച്ഛൻ നൽകിയ മൊഴി, അത് ശരിയാണോ എന്ന് തെളിയിക്കാൻ ഈ അച്ഛനെയും മകനെയും ഒരുമിച്ചിരുത്തി വെഞ്ഞാറമൂട് SHOയുടെ നേതൃത്വത്തിൽ, അനുകൃഷ്ണ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയുണ്ടായി. ഈ ബാധ്യത സംബന്ധിച്ച് റഹീമിനെ അറിഞ്ഞുകൂടാ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതെല്ലാം നേരത്തെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ അച്ഛനക്ക് ഒരു കാര്യം, റഹീമിന് ഒരു കാര്യം അറിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമ്മയും മോനും കൂടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തെല്ലാം. ശരിക്കും ആ റഹീം പറയുന്ന ആ വ്യക്തി വെറും ഒരു ഉണ്ണാക്കനാക്കുമായിരുന്നു എന്ന് തന്നെ പറയാം. വെറും അയാൾ മരുഭൂമി കടന്നിട്ടും ഇവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് മുഴുവൻ ഇവർ ദൂർത്തടിച്ച് കടത്തിമേയും കടവാക്കി വെക്കുമായിരുന്നു. ഞാനൊക്കെയാണെന്ന് പറയാം, ഒരു 10 രൂപ കിട്ടി അതിന്ന് എങ്ങനെ മിച്ചം പിടിക്കാം, എങ്ങനെയെല്ലാം നമ്മൾ അതിനെ ഇതാക്കാമെന്നാണ് നമ്മൾ
ചിന്തിക്കുന്നത്. ഇങ്ങനെയും ദൂർത്തടിച്ച് കളയുന്ന ആളുകളുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പം എന്തായി നിരപരാധികളായ ആളുകളാണ് മരിച്ചത്. ഇപ്പോൾ ഷെമിനെ വെട്ടിയെന്ന് പറയുന്നത് ഷെമി എന്തായാലും രക്ഷപ്പെട്ടു. നിരപരാധികളായി ഇതിൽ ഒരു ഇതിനും ഇതായിട്ടില്ലാത്ത ആളുകളാണ് ഇതിൽ കൊല ചെയ്യപ്പെട്ടത്. ഇപ്പോൾ അഫാൻ്റെ അനിയനാണെങ്കിലും ഫർസാനയാണെങ്കിലും മറ്റേ ലത്തീഫിയുടെ ഭാര്യയും അവരൊക്കെ ഇതിൽ ഒരു ഇതുമല്ല. അവർ പൈസ ചോദിച്ചപ്പോൾ കൊടുക്കാത്തതിനാണ് അവരെ കൊന്നു എന്നാണ് പറയുന്നത്. എന്ത് നീച പ്രവൃത്തിയാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. പണം കിട്ടാതാകുമ്പോൾ അതെന്താണ് പറയും, ഈ തള്ള തന്നെ ഇത്രത്തോളം മകനെ വഷളാക്കി പണം ചോദിക്കുമ്പോൾ കൊടുത്ത് പിന്നീട് അത് കിട്ടാതാകുമ്പോഴുള്ള മാനസിക വിഭ്രാന്തിയാണ് അവൻ ചെയ്തു കൂട്ടിയത്. ഇപ്പോൾ ഉള്ള പിള്ളേരും എന്താണ് മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കിട്ടാതാകുമ്പോഴുള്ള വിഭ്രാന്തി കാണിക്കില്ലേ, അതുപോലെ ഒരു തരം എന്താണ് അഡിക്ഷനായി ഈ പൈസ പറഞ്ഞാൽ അവൻ അവനക്കൊരു ആഗ്രഹമാണ് ദൂർത്തടിച്ച് കളയണം. എന്താണ് ഇഷ്ടമുള്ളത് വാങ്ങിക്കുക, ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങിക്കുക, അതുപോലെ ബൈക്ക്, കാറ്, അങ്ങനെ അവൻ അങ്ങ് അടിച്ചു പൊളിച്ചിട്ടുള്ള ജീവിതമാണ്. പിന്നെ എന്താണ് റഹീം പൈസ അവിടുത്തെ എന്തൊക്കെയോ സാമ്പത്തിക പ്രശ്നം കാരണം അവിടെ നിന്നും പൈസ കിട്ടാതായി. പിന്നെ ഇവിടെ ആളുകൾ ചോദിക്കുമ്പോഴും ആളുകൾ ഇരിക്കാതായി. അപ്പോൾ ഇവർക്ക് പണമൊന്നും കിട്ടാതായപ്പോൾ അഫാന് നിയന്ത്രണം തന്നെ വിട്ടു എന്ന് തന്നെ പറയാം. ഒരു പരിധിവരെ ഈ ചെറുക്കനെ ഇത്രത്തോളം കൊണ്ടെത്തിച്ചത് അവൻ്റെ അമ്മയായ ഷെമി തന്നെയാണെന്ന് 100% ഉറപ്പാണ്. അല്ലാതെ ഒരിക്കലും ഈ ചെറുക്കൻ ഇത്രത്തോളം വഷളാവില്ല. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ തെറ്റുപറ്റിയെന്ന അഫാന്റെ കുറ്റസമ്മതം. ജയിൽ ഉദ്യോഗസ്ഥരോടാണ് അഫാൻ മനസ്സ് തുറന്നത്. മാതാപിതാക്കളെ കാണണമെന്നും അഫാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അഫാൻ ജയിലിൽ നല്ല നടപ്പാണെന്നും ആത്മഹത്യാ പ്രവണതയില്ല എന്നും അധികൃതരോട് മനസ്സ് തുറന്നു എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്. എന്താണ് പറയുന്നത്? ഈ പ്രതി ഇപ്പോൾ താൻ തെറ്റ് ചെയ്തു എന്ന ബോധ്യത്തിലാണോ? സ്മൃതി, തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത്. സെൻട്രൽ ജയിലിലെ UT ബ്ലോക്കിൽ പ്രത്യേക നിരീക്ഷണത്തിലാണ്. ആത്മഹത്യാ പ്രവണത ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിലെടുക്കവേ അഫാന്റെ അടവ് നമ്മൾ കണ്ടതാണ്. ഈ ബാത്റൂമിൽ നിന്ന് ചാടുകയും താഴെ വീഴുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആത്മഹത്യാ പ്രവണത ഉള്ളതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലായിരുന്നു. സെല്ലിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ താമസിച്ചുകൊണ്ടാണ് അഫാനെ കരുതലോടുകൂടി നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ളൊരു ആത്മഹത്യാ പ്രവണത ഇല്ല എന്നുള്ളതാണ് ജയിൽ അധികൃതർ വിലയിരുത്തുന്നത്. എല്ലാവരോടും നല്ല പെരുമാറ്റമാണ്. ആദ്യഘട്ടത്തിൽ ജയിലിലേക്ക് എത്തുമ്പോൾ ആഹാരമൊക്കെ കഴിക്കുന്നതിന് വലിയ വിമുഖതയായിരുന്നു. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. കൃത്യമായ ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരോട് അഫാൻ പറഞ്ഞത് തനിക്ക് തെറ്റുപറ്റി, ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് എന്നുള്ളതാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മാതാപിതാക്കളെ കാണണമെന്നുള്ള ഒരു ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ കാണണം, കണ്ട് മാപ്പ് പറയണം, തെറ്റുപറ്റിപ്പോയി, തന്റെ സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റിലേക്ക് തന്നെ നയിക്കപ്പെട്ടത് എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം, സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊലയിലേക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വരികയും ചെയ്തിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന മൊഴിയടക്കം അഫാൻ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ ജയിലിൽ ഈ അധികൃതരോടൊക്കെ തന്നെ വലിയ രീതിയിൽ നീരസം പ്രകടിപ്പിച്ചിരുന്ന അഫാൻ ഇപ്പോൾ നല്ല നടപ്പാണ് എന്നുള്ളതാണ്. എല്ലാ രീതിയിലും സഹകരിച്ച് നല്ലൊരു കുട്ടിയായി ജയിലിൽ ഉണ്ട് എന്നുള്ളതാണ്. തനിക്ക് ശിക്ഷ ലഭിക്കും, തനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, അഫാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എന്താണ് ചെയ്തതെല്ലാം തെറ്റുപറ്റിയെന്നാണ് പറയുന്നത്. ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞു. എന്നിട്ട് തെറ്റുപറ്റി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരാളെ കൊന്നു കഴിഞ്ഞിട്ട് എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒന്നാമത്തത് എന്താണ്, നേരത്തെ ആത്മഹത്യ പ്രവണതയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ഡീസൻ്റാണ്. ഇതും ഇപ്പോൾ അവൻ്റെ അടവാണെന്നൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഇവൻ്റെ എന്താണ് കാര്യപ്രവർത്തിക്ക് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി ഇവൻ ഏതറ്റം വരെ ഇവൻ പോകും. അങ്ങനത്തെ ഒരു പ്രകൃതിയാണെന്നാണ് പല വീഡിയോസുകളും പല ഇതും എടുത്തു നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത്. ഇവൻ പല തവണ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചവനാണ്. ഇവൻക്ക് സ്വയം ഇല്ലാതാവണമെങ്കിൽ ഇവൻ സ്വയം മരിച്ചാൽ പോരെ. ബാക്കി നിരപരാധികളായ ഇവൻ്റെ അനിയനെയും അതുപോലെ മറ്റുള്ള ആളുകളെയും കൊല്ലേണ്ട കാര്യമില്ലല്ലോ. ഫർസാനെ അവരൊക്കെ ആ പെൺകുട്ടിയൊക്കെ എന്ത് തെറ്റ് ചെയ്തു ഇവനോട്? ഇവൻക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവൻ വരുത്തി വെച്ച ഇവൻ്റെ തള്ളയും വരുത്തി വെച്ചവൻ ഇവരായിട്ട് തീർത്താൽ പോരെ. ആ നിരപരാധിയായ അതുകളെ ബാക്കിയുള്ള ആളുകളെ ഈ അതിക്രൂരമായിട്ട് കൊല്ലേണ്ട കാര്യമില്ലല്ലോ. എന്ത് തന്നെയാണെങ്കിലും ഇവൻ എന്ത് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാലും, എന്ത് പ്രായശ്ചിത്തം പറഞ്ഞാലും, എന്ത് കുമ്പസാരം നടത്തിയാലും ഇവനക്ക് കിട്ടേണ്ട ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യണം. ഇവനക്ക് ഈ ശിക്ഷയൊന്നും കൊടുത്താൽ പോരെ. ഇവനക്ക് അർഹിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് തൂക്കുകയറാണ്.
ഫെയർ തന്നെയാണ്. അല്ലാതെ അതിൽ കുറയുന്ന ഒരു ശിക്ഷയും ഇവന് ലഭിക്കുന്നില്ല. ഇനി പലതരത്തിലും ഇവനെ ന്യായീകരിക്കാനും ഇവനെ ഇതാക്കാനും എല്ലാം ആളുകൾ വരും. അതൊന്നും ശരിക്കും ഞാൻ കണ്ടെത്രത്തോളം ഇവൻ പക്ക ക്രിമിനൽ തന്നെയാണ്. അല്ലാതെ ഇവൻ ഇങ്ങനൊരു ക്രൂരകൃത്യം ഇവൻ ചെയ്യില്ല. അത് 100% ഉറപ്പാണ്. അങ്ങനെ ഇപ്പോൾ ഒരു കുറ്റബോധം തോന്നണമെന്നുണ്ടെങ്കിൽ ഇവനക്ക് നേരത്തെ എന്തുകൊണ്ട് ചെയ്യാൻ പോണതിന് മുമ്പ് എന്തുകൊണ്ട് ഇവനക്ക് തോന്നിയില്ല? ഞാൻ വരുത്തി വെച്ച വേന എന്തിനും മറ്റുള്ളവർ ഞാൻ ഇല്ലാതാക്കണം എന്നുള്ളത് തോന്നിയില്ലല്ലോ. എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പം എന്ത് തന്നെയാണെങ്കിലും ഇവനക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കണം. നിരപരാധികളായ ആളുകളാണ് ഇല്ലാതായിരിക്കുന്നത്. അപ്പോൾ ഷെമി ഇവനെ ന്യായീകരിക്കുന്ന ആ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എന്ത് പറഞ്ഞാലും ഒരിക്കലും ഇവനെ സപ്പോർട്ട് ചെയ്യരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇവനക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണം. നിയമം ഒരിക്കലും ഇവന് ദാക്ഷിണ്യം കൊടുക്കരുത് എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.